ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഓ അതെയോ, താങ്ക് യു സോ മച്ച് സർ. ഓ ഇന്നാണ് ജോയിൻ ചെയ്യാം സർ. ഓക്കെ. എന്താ ചെറിയൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. എന്താ ദത്തേട്ടാ? അത് എന്താ ദത്ത, ഞങ്ങൾക്കൂടെ കേൾക്കാൻ പറ്റുന്ന ഹാപ്പി ന്യൂസ് ആണോ? അതെല്ലോ, എനിക്ക് വീണ്ടും ഇവിടേക്ക് ട്രാൻസ്ഫർ ആയി. ഇത് ചെറിയ ഹാപ്പി ന്യൂസ് അല്ലല്ലോ, ബ്രേക്കിംഗ് ന്യൂസ് ആണല്ലോ. IG നേരിട്ട് DGPയോട് സംസാരിച്ച് ശരിയാക്കിയെന്നാ പറഞ്ഞത്. ശരിയാക്കും, എല്ലാം ശരിയാക്കും. ഇത് മാത്രമല്ല, ഇനി ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും സന്തോഷമുള്ളതായിരിക്കും. ഈ കുഞ്ഞിന്റെ വരവേ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടാ. ഇത് നമുക്കങ്ങ് ആഘോഷമാക്കണ്ടേ സാറേ? എന്താ സംശയം? എല്ലാം ഗോമതി ചേട്ടാ ഔചിത്യം പോലെ നടക്കട്ടെ. ഗോമതി കടലപ്പായസം ആക്കിയാലേ? അയ്യോ, ഇത്രയും വലിയൊരു കാര്യം ഇവിടെ നടക്കുമ്പോ കടലപ്പായസത്തിൽ ഒതുക്കുന്നത് തീരെ ശരിയല്ല. വിഭവ സമൃദ്ധമായ ഒരു സദ്യ തന്നെ നമുക്ക് ഒരുക്കണം. അത്രക്കൊക്കെ വേണോ ആമി? വേണം. ഈ കാര്യത്തിൽ ഞാൻ ആമിമോളുടെ കൂടെ തന്നെയാ. പരിപ്പും പപ്പടവും സാമ്പാറും കൂട്ടിയുള്ള ദാരിദ്ര്യം പിടിച്ച സദ്യ അല്ല. അത്യാവശ്യം കടിച്ചു പറിക്കാനും ഒഴിച്ചു കഴിക്കാനും എന്തെങ്കിലും എരിവും പുളിയും ഉള്ള സദ്യ വേണം. കടിച്ചു പറിക്കാനാണെങ്കിലേ മുറ്റത്ത് 3-4 മരക്കഷ്ണങ്ങൾ കിടപ്പുണ്ട്. പിന്നെ ഒഴിച്ചു കഴിക്കാനാണെങ്കിൽ കിണറ്റിൽ ആവശ്യം പോലെ വെള്ളവും ഉണ്ട്. ഇതെല്ലാം പരശുരാമന് ഒരുപോലെയല്ലേ? കണ്ട കള്ളും പീടിയൊക്കെ കഴിച്ച് നാവിന് എന്തെങ്കിലും ഒരു സ്വാദുണ്ടോ? നാവിന് രുചിയോടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയല്ലേ ഉടപ്പറന്നോളെ, അത് പരീക്ഷിക്കാൻ പറ്റൂ. അന്ന് നോക്ക്, ഞാൻ പറഞ്ഞു തരാൻ കൊള്ളാവോ ഇല്ലയോ എന്ന് വെച്ചാ ഇതുവരെ ഇവിടുന്ന് ഉണ്ടാക്കി തന്നെന്നും വായിൽ വെച്ച് കൂട്ടാൻ കൊള്ളാത്തതാണെന്ന് അർത്ഥം. മോനെ, കൊച്ചുമരുമോനെ, എന്തോ നീ IPS എടുത്തത് പാരവെപ്പിലാണോടാ? എനിക്കറിയില്ല ചേച്ചി. ആഹാ, പോലീസുകാരുടെ ഒരു ബറ്റാലിയൻ തന്നെ ഉണ്ടല്ലോ. സാറേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സാറിനെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞയച്ചതാ. ഇത് എന്റെ വക പേഴ്സണൽ. താങ്ക് യു. ബാക്കിയൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അയ്യോ, അപ്പൊ ഇവിടെ സദ്യ ഉണ്ടാക്കുന്ന ആർക്കാ? അത് ഞാനും സാറും കൂടി ഉച്ചയ്ക്ക് വന്ന് കഴിച്ചോളാം, അല്ലേ സാറേ? അതെ. എന്നാ പിന്നെ നേരം കളയണ്ട, നിങ്ങൾ പോയിട്ട് വരൂ. പിന്നെ സാറേ, ഓർഡർ കൈ കിട്ടാൻ വൈകും കേട്ടോ. അത് സാരമില്ല, നമുക്ക് പോയി ജോയിൻ ചെയ്യാം. അവളുടെ കൂടെ അഴിഞ്ഞടപ്പോ നിങ്ങൾക്ക് തിടുക്കായല്ലേ? നിങ്ങൾക്ക് എന്തോ ആകാമല്ലോ. അതൊക്കെ ഞങ്ങളുടെ പട്ടാളത്തിന്. അവിടെ ഇങ്ങനെയുള്ള ഒരു ഉടായ്പ ഞങ്ങള് സമ്മതിക്കുകയല്ല. മാർക്കറ്റിൽ പോകുന്നത് പോലും യൂണിഫോം ഇട്ടോണ്ടാ. അത് നീ അവിടെ കുക്കിന്റെ പണി ചെയ്തതുകൊണ്ടാ. അതെ, കുക്കിന്റെ പണിക്ക് എന്താ ഒരു വിലയും. ഇവിടെ കുക്കുമാർക്ക് സ്വന്തമായിട്ട് ബെൻസ് കാറും സ്വന്തമായിട്ട് ചാനലും. അത് പണി അറിയാവുന്നവർക്ക്. പരശുരാമ, നിന്നെ പട്ടാളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടതേ അടിച്ച് ഫിറ്റായി പരിപ്പ് കറിയിൽ ഉപ്പിന് പകരം പഞ്ചസാര വാരിയിട്ടതുകൊണ്ടല്ലേ? അതെ, ഫിറ്റായി പോയത് കൊണ്ടൊന്നും അല്ല. ഉപ്പിനും പഞ്ചസാരയ്ക്കും വെള്ള നിറം കൊടുക്കാൻ ഞാൻ പറഞ്ഞു. ഇവിടുത്തെ പോലെ അവിടെ ഉപ്പും പഞ്ചസാരയും വെക്കുന്നത് പാട്ടയിലും ഭരണിയിലും ഒന്നും അല്ല, വലിയ അണ്ടാവിനകത്താ. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിന്നിരിക്കും. പക്ഷെ അവർക്ക് മാറിപ്പോയില്ല. അപ്പൊ തന്നെ ഡിസ്മിസൽ ഓർഡർ അടിച്ച് കൈ കൊടുത്തു. എന്നാലും ഒരു പട്ടാളക്കാരൻ എന്നും ഒരു പട്ടാളക്കാരൻ തന്നെ ആയിരിക്കും. കാക്കയെ കണ്ടാൽ അവൻ ബഹുമാനിക്കും. हम सब एक है. मेरी सपनों की रानी कब आएगी तू? SP സാർ SI മാഡവും പോയിട്ട് വരൂ. സാർ, പോവാൻ വരട്ടെ.